നമസ്കാരം. അച്ഛന് തൃപ്തിയുള്ളതുകൊണ്ട് പോവാന്ന് അറിയിക്കുകയുണ്ടായി. ഒരു 4 വരി പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. നാളെയെ കൊണ്ടെൻ മനസ്സിൽ ലേശം ഭാരമില്ല, ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. തൻ്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. ഇവിടുന്ന് തുടങ്ങിക്കോട്ടെ. നമ്മളെല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നാം എന്തിനെ കുറിച്ചാണ് പിന്നെ ഭയപ്പെടുക? എപ്പോഴും നമ്മുടെ കൂടെ കരുതലായി, നമ്മൾക്ക് തോള് ചായ്ക്കുവാൻ, നമ്മൾക്ക് കരഞ്ഞ് പറയുവാൻ, നമ്മളുടെ സന്തോഷം പങ്കിടുവാൻ അദ്ദേഹം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്, ഇല്ലേ? നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ അനുയായിയായി, ക്രിസ്ത്യാനിയായി അറിയപ്പെടുന്നു എങ്കിൽ നാം ഭയപ്പെടേണ്ടതുണ്ടോ? എന്ത് സംഭവിച്ചാലും നല്ലതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ആ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളുമെന്ന് നമുക്ക് നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു, നമ്മളുടെ ബ്രെയിനിനെ അറിയിക്കേണ്ടിയിരിക്കുന്നു, ഇല്ലേ? നാം എപ്പോഴും വിചാരിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നാണ്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നാം ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. ദൈവം ക്രൂശിക്കപ്പെടുമ്പോൾ, ജീസസ് ക്രൈസ്റ്റ് ക്രൂശിക്കപ്പെടുമ്പോൾ ദൈവത്തിനോട് ചോദിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും നീക്കേണമേ എന്ന്. അദ്ദേഹത്തിനും അറിയായിരുന്നു ഇതിൽ കൂടി പോയേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഈ ലോകത്തിലുള്ളത് തീർന്നിരിക്കുന്നു. നമ്മോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആ ചുമതലകൾ അവിടെ വെച്ച് നമ്മളുടെ പാപങ്ങളേറ്റ് അദ്ദേഹം അത് തീർത്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി. അപ്പോൾ നമ്മളുടെ പാപങ്ങൾ തീർത്ത ദൈവത്തിനെ നാം കൂടെ ഉള്ളപ്പോൾ, നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ നാം ഭയപ്പാടോടെ ഇവിടെ ജീവിക്കേണ്ടത് ആവശ്യമുണ്ട്. നമ്മളുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? ഓരോരുത്തർക്കും പ്രതിസന്ധി വരുമ്പോൾ നാം ദൈവത്തെ ഓർക്കുമോ, അതോ എങ്ങനെ ഇത് നേരിടും എന്ന് വിചാരിക്കുമോ? ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ താലന്തുകൾ, കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് നാം എങ്ങനെ മുന്നേറണമെന്ന് നമുക്ക് വഴികാട്ടിയായി ദൈവം കൂടെ ഉണ്ടാവും. അപ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്താണ്? ഓരോ പ്രതിസന്ധിയും നമ്മളുടെ കയ്യിൽ നിന്ന് മാറിപ്പോകും. ഇന്നുള്ള അവസ്ഥയല്ല നാളെ, ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്ന അവസ്ഥയല്ല നമ്മൾ വൈകുന്നേരമാകുമ്പോൾ. നാം കാണുന്ന ആളുകളുടെ പുഞ്ചിരി അല്ലെ ദേഷ്യം രാവിലെ കണ്ടതായിരിക്കില്ല വൈകുന്നേരം അവരെ നമ്മൾ കാണുമ്പോൾ. അങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ചില ഓഫീസർമാരുടെ അടുത്ത് നമ്മൾ ചിലപ്പം ഈ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസ്, ഞാൻ പേര് പറയുന്നില്ല, ചിലപ്പോൾ ദേഷ്യപ്പെട്ടിരിക്കുമായിരിക്കും അദ്ദേഹം. നമ്മൾ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിനോ എന്തെങ്കിലും, ഇപ്പോൾ ഒരുപാട് നമുക്ക് അവരെ നേരിട്ട് കാണേണ്ടാത്ത കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓൺലൈൻ വഴി ആയതുകൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യത്തോടെ പെരുമാറുന്ന ഒരു ഓഫീസറെ, അല്ല ഒരു ലേഡി, ഒരു വനിതാ ഓഫീസറെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതേ അദ്ദേഹത്തിനെ ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ കാണുമ്പോൾ എവിടുന്നാണ് വന്ന അമ്മച്ചി എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലേ? അന്നത്തെ രാവിലത്തെ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം അന്ന് വന്നത്. ഈ 4-ാം ദിവസം നമ്മൾ കാണുമ്പോൾ അദ്ദേഹം അന്ന് കണ്ട പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അന്ന് സന്തോഷകരമായ പ്രശ്നങ്ങളായിരിക്കും. ഞാനിത് പഠിച്ചത് ഓരോ പ്രാവശ്യവും അങ്ങനെ നേരിട്ടുകൊണ്ടാണ്. ഒരു ഗവൺമെൻറ് ലീഡറെ ഞാൻ കണ്ടപ്പോൾ പുള്ളി എന്നോട് ഭയങ്കര ലോഹ്യമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാം, എൻ്റെ കയ്യിൽ ഇന്ന റെക്കോർഡ്സ് ഉണ്ട്, ഞാൻ ചോദിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു തന്നത്, അതെല്ലാം ചെയ്യാം, നമുക്ക് ഇന്ന കേസിൽ കംപ്ലീറ്റ് നമുക്ക് പഠിക്കാം, അത് വളരെ നല്ല കാര്യമാണ്, അത് ജനത്തിന് പ്രയോജനപ്പെടും എന്നൊക്കെ എന്നോട് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് വേറൊരു ആവശ്യത്തിന് ചെന്നപ്പോൾ
അദ്ദേഹം ഭയങ്കരമായിട്ട്, എനിക്കിപ്പോൾ ഒന്നും സമയമില്ല, ഭയങ്കര ദേഷ്യത്തിലെന്നോട് പെരുമാറും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്നാ പറ്റിയത്. അപ്പോൾ എന്നോട് വേറൊരു ലോയർ 2 ദിവസം കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിനെ കണ്ടൊരു കാര്യമുണ്ട്, അപ്പോൾ ഒന്ന് പോയി മാഡം ഒന്ന് സംസാരിക്കാമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഭയങ്കരമായിട്ട് ചൂടായി എന്നോട് സംസാരിച്ച്, അതുകൊണ്ട് ഞാൻ തന്നെ അത് അത്ഭുതപ്പെട്ടു പോയി, എന്തുകൊണ്ടാണ് പുള്ളി രാവിലെ വന്നുടനെ തന്നെ ഇങ്ങനെ സംസാരിച്ച്. അപ്പോൾ മറ്റേ ഈ ആവശ്യം വേണ്ടി വന്ന ലോയർ തിരുവല്ലയിൽ നിന്നാണ് വിളിച്ചത്, കോട്ടയത്തെ സംഭവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സാറേ പോയി കാണുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നും വിഷമിക്കേണ്ടതോ, കാരണം ഇന്ന് ആ ഓഫീസർ അദ്ദേഹം ഒരു പോലീസുകാരൻ്റെ അടുത്തും ചിലപ്പോൾ ചീത്ത കിട്ടുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അവർ ചെയ്തു കൊടുത്തു കാണത്തില്ല, അതായിരിക്കും പ്രശ്നം. അപ്പം നാളെ ഇവിടെ പോയി നോക്കി എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തരാമോ നോക്കുന്നു. ഞാൻ പിറ്റേ ദിവസം അവിടെ ചെന്ന് അദ്ദേഹത്തിനെ കണ്ടു, ഇന്നത് പറഞ്ഞിട്ടുണ്ട് സാറിനൊന്ന് ചെയ്യും, പിന്നെന്താ എന്നോട് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ കാണുന്ന ആറ്റിറ്റ്യൂഡുകൾ നമ്മളുടെ ഓരോരുത്തരുടെയും മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അന്ന് ഞാൻ പാഠം പഠിച്ചു. മറ്റുള്ളവർ പറയുന്നത് കേട്ടാലും നമ്മൾ പഠിക്കത്തില്ല, പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഒരു നമ്മളുടെ തലയിൽ കൂടെ 64 കാര്യങ്ങൾ 1 മിനിറ്റിൽ പോകും എന്നാണ് പറയുന്നത്. പഠിച്ച ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമ്മളല്ല. ഞാൻ ചില സൈക്കോളജി ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച് പാസ്സായതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം ചിന്തിക്കണമല്ലോ. അപ്പോൾ അവർ പറയുന്നത് 64 ഐറ്റംസ് ഓഫ് തിങ്കിങ് നമ്മളുടെ തലയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും 1 മിനിറ്റിൽ. 64 കാര്യം. സ്ത്രീകളുടെ തലയിലാണ് ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും, കാരണം സ്ത്രീകളുടെ ബ്രെയിനിന് കൂടുതൽ പവർ ഉണ്ടെന്നാണ് പറയുന്നത്. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും യൂസ് ചെയ്യുന്നത് പലതരത്തിലാണ് സ്ത്രീയും